ഹലോ സ്റ്റുഡൻസ്, ഇഷ്യൂ പ്ലസിൻ്റെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ചാപ്റ്റർ 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. മലയാളത്തിൽ എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു പോയറ്റസാണ് അല്ലെങ്കിൽ കവയിത്രിയാണ് കമലാദാസ്. അവരുടെ ഒരു ചെറിയ പോയമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓർക്കുക, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, എൻ്റെ മുത്തശ്ശിയുടെ വീട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലുണ്ടല്ലോ, ഈ ഒരു കവിതയിൽ കവയിത്രി തൻ്റെ പഴയ കാല ഓർമ്മയെ റീകോൾ ചെയ്യുക, അതായത് തിരിച്ച് ഒന്നുകൂടെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആശയം വരുന്നത്. നമുക്ക് കവിത എന്താണെന്ന് നോക്കാം. There is a house. There, അവിടെ ഒരു ഹൗസ് ഉണ്ടായിരുന്നു. There is a house. Now, ഇപ്പോൾ, far away where once I received love. Far away എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Far away എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇടത്തു നിന്ന് കുറേ അധികം ദൂരെ, അതാണ് far away എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Where once I received love. once എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ, എനിക്ക്, റിസീവ്ഡ് ലവ്, എനിക്ക് സ്നേഹം തന്നിരുന്ന. ഈ ഒരു ലൈന് അർത്ഥാക്കുന്നത് അതാണ്. എനിക്ക് ഒരിക്കൽ സ്നേഹം ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഏത്? ഈ ഒരു ദേർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടാണ്. ഏത് വീടാണ്? എൻ്റെ ഗ്രാൻഡ്മയുടെ, എൻ്റെ മുത്തശ്ശിയുടെ വീട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദർ ഇസ് എ ഹൗസ്. Now far away where once I received love. അവിടെ ഒരു വീടുണ്ട്. അതിപ്പം ഞാൻ നിൽക്കുന്ന ഇടത്ത് നിന്നും ഒരുപാട് ദൂരെയാണ്. far away, എനിക്ക് ഒരിക്കൽ സ്നേഹം ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു എൻ്റെ ഗ്രാൻഡ്മയുടെ ഹൗസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ദാറ്റ് വുമൻ ഡൈഡ്. ദാറ്റ് വുമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ. ആ സ്ത്രീ മരിച്ചു. ആരെയാണ് ഈ ഒരു സ്ത്രീ കൊണ്ട് റെഫർ ചെയ്യുന്നത്? ഗ്രാൻഡ്മേനെയാണല്ലേ. അപ്പം വുമനായിട്ട് വരുന്നത് ഗ്രാൻഡ്മയാണ്. ആ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു, ഡൈഡ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ദർ ഇസ് എ ഹൗസ്. Now far away where once I received love. That woman died. നെക്സ്റ്റ് ലൈൻ നോക്കാം. The house withdrew into silence. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളിപ്പം ഒരുപാട് പേരടങ്ങിയിട്ടുള്ള ഒരു കുടുംബം, അല്ലെങ്കിൽ ഒരു ചെറിയ നമ്പേഴ്സ് മാത്രമാണെന്ന് വിചാരിക്കാം. അവിടെ ആ ഒരു കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും വേറെ ജോലി കിട്ടിയിട്ട് പല ഭാഗങ്ങളിലേക്ക് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ആരും തന്നെ അവിടെ ജീവിച്ചിരിക്കില്ല. പിന്നീട് ആ ഒരു വീടിൻ്റെ അവസ്ഥ എന്താണ്? ആരും നോക്കാനില്ലാതെ അത് ഒരു മരുഭൂമി കണക്കെ അല്ലേ, അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു പ്രദേശം പോലെ ഒഴിഞ്ഞു കിടക്കും അല്ലേ. ഒരു ഡെസേർട്ടഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നല്ല, അതായിരിക്കും യാഥാർത്ഥ്യം. അതേപോലെ തന്നെ കവയിത്രി പറയുകയാണ്, അല്ലെങ്കിൽ ഓർക്കുകയാണ്, അവരുടെ മുത്തശ്ശിയുടെ വീടും ഇതേപോലെ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം വിഡ്രൂ ഇൻറ്റു സൈലൻസ്. വിഡ്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻവലിയുക, അല്ലെങ്കിൽ അങ്ങനെയായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. സൈലൻസിലേക്ക്, നിശബ്ദമായിട്ട്. കാരണം അവിടെ ആരുമില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും? ആരുമില്ലാത്തൊരു വിജനമായ പ്രദേശം തീർത്തും എങ്ങനെയായിരിക്കും? സൈലൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദ ഹൗസ്, ആ ഒരു ഹൗസ് വിഡ്രൂ ഇൻറ്റു സൈലൻസ്, സൈലൻസിലേക്ക്, നിശബ്ദയിലേക്ക് പോയി. സ്നേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ. സ്നേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് എന്നാണ് അർത്ഥം വരുന്നത്. സ്നേക്സ് മൂവ്ഡ് പോവുക, നീങ്ങുക. എമംഗ് ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സിൻ്റെ ഇടയിലൂടെ, എമംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിലൂടെ, ബുക്കുകളുടെ ഇടയിലൂടെ സ്നേക്സ് പോവുകയാണ്. അതായത് കവയിത്രി ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീട് ഇപ്പോൾ എന്താണ്? അടച്ചുപൂട്ടിയിരിക്കുകയാണ് അല്ലേ. അവിടെ ആരും തന്നെ ഇല്ല. ആ ഒരു വീട്ടിൽ എന്തുണ്ട്? ബുക്സ് ഉണ്ട്. ആ ഒരു ബുക്സിൻ്റെ ഇടയിലൂടെയൊക്കെ പാമ്പുകളൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബുക്കിനെ പ്രത്യേകിച്ച് പരാമർശിക്കാനുള്ള കാരണം എന്തായിരിക്കാം? അതാണ് നെക്സ്റ്റ് ലൈൻസിൽ കവയിത്രി പറയുന്നത്. കാരണം അവിടെ ബുക്സ് മാത്രമായിരിക്കില്ല,
പല ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊന്നും പ്രത്യേകിച്ച് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ പോയറ്റേഴ്സ് പറയുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിനെ എടുത്തു പറയാൻ കാരണം നെക്സ്റ്റ് ലൈനാണ് അതിനുള്ള ഒരിത് പറഞ്ഞു തരുന്നത്. ഐ വാസ് ദെൻ ടു യങ്. ഞാൻ ആ ഒരു ടൈമിൽ ടു യങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചെറുപ്പം. ടു യങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രയും ചെറുപ്പമായിരുന്നു. അത്രയും ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവയിത്രിയുടെ ചൈൽഡ്ഹുഡ് ടോഡ്ലർ ആയിരിക്കില്ല, എഴഞ്ഞു നടക്കുന്ന ആ ഒരു പ്രായമല്ല, കുറച്ചും കൂടെ വലുതായിട്ട്, അത് ഒരു 5 to 10 ഇടയിലുള്ള കാലഘട്ടമായിരിക്കാം. ആ ഒരു ടൈമിലൊക്കെ എന്താണ് ഈ ഒരു കവയിത്രിക്ക് ചെറുപ്പമാണല്ലോ, വായിക്കാൻ അറിയുന്നുണ്ടാവുന്നില്ല. ടു റീഡ്. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. വായിക്കാൻ ആ ഒരു ടൈമിൽ, ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് എന്താണ്, വായിക്കാൻ അറിയണ്ടാവില്ല, അവർക്ക് ആസ്വദിക്കാനേ അറിയത്തുള്ളൂ അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും കഥയോ കവിതയോ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാനായിരിക്കും അവർക്ക് അറിയുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ കവയിത്രിക്ക് അവരുടെ ഗ്രാൻഡ്മ കവിതകൾ ഓരോന്നും, കവിതയോ കഥയോ ഓരോന്നും ഇങ്ങനെ എന്താണ് ബുക്കുകളിലൂടെ വായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ചെറുപ്പകാലത്ത്. ഓക്കെ. ആൻഡ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദി മൂൺ. അപ്പോൾ ഇത് ഓർക്കുമ്പോൾ, ഈ ഒരു കാര്യം കവയിത്രി ഓർക്കുമ്പോൾ അവരുടെ രക്തം ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ, മൂണുമായിട്ടാണ് ഇവിടെ ഉപമിച്ച് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് എന്താണ്, അവരുടെ രക്തം, ആ ഒരു മെമ്മറീസ് അവരെ വല്ലാതെ തണുപ്പിക്കുന്നുണ്ട്. നല്ലൊരു കാരണം അവിടെ എന്താണ്, സ്നേഹമാണല്ലേ വരുന്നത്. അവരുടെ ആ ഒരു മുത്തശ്ശിയും ഈ ഒരു പോയറ്റസും തമ്മിലുള്ള സ്നേഹത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. അതാണ് ഈ ഒരു മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദി മൂൺ. മൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൂളായിട്ടുള്ള തിങ്സാണ്. അൺലൈക്ക് ദി സൺ. സൺ എപ്പോഴും എന്താണ് നമുക്ക് തരുന്നത്, ചൂട് അല്ലേ. ചൂട് പകരാൻ വേണ്ടിയിട്ടാണ് സൺ വരുന്നത്. ഈ ഒരു മൂണിൻ്റെ കോൺസെപ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലല്ലേ മൂണ് തെളിയുന്നത്. അപ്പോൾ എന്താണ്, രാത്രി ചൂടുണ്ടാവുമോ കൂടുതൽ? ഇല്ല, നമുക്ക് കൂടുതലും താരതമ്യേന തണുപ്പായിരിക്കും അതിന്. അപ്പോൾ മൂണും അവിടെ എന്താണ്, ഒരു തണുത്ത പ്രതീകം. അതായത് ആ ഒരു കവയിത്രി മെമ്മറീസിനെ ഒന്നും കൂടെ റീകളക്ട് ചെയ്യാണ്, മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നമുക്കിതൊന്നും വായിച്ചു നോക്കാം. ദർ ഈസ് എ ഹൗസ് ഫാർ എവേ വൺസ് I received love. That woman died. The house withdrew into silence. Snakes moved among books. I was then too young to read, and my blood turned cold like the moon. അപ്പം ഇതിൻ്റെ ആശയം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഒരു പഴയ വീടുണ്ടായിരുന്നു, അവിടെ ഒരു ഗ്രാൻഡ്മ ഉണ്ടായിരുന്നു, ഒരു വുമൻ എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. അവർ മരിച്ചതിന് ശേഷം ആ ഒരു വീട് നിശബ്ദമായിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബുക്കുകളൊക്കെ എന്താണ്, അതിൻ്റെ ഇടയിലൂടെയൊക്കെ പാമ്പുകൾ നീങ്ങി മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബുക്സിനെ ഓർക്കുമ്പോൾ അവർക്ക് അവരുടെ കുട്ടിക്കാലത്ത് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കവിതകളും കഥയുമാണ് ഓർമ്മയിലൂടെ പോകുന്നത്. അത് ആ ഒരു കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ എന്താണ്, അവർ കൂളാവുകയാണ്, ഒന്നും കൂടെ നല്ലൊരു മൂഡിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദർ. പലപ്പോഴായിട്ട് ഹൗ ഓഫൺ അല്ലെങ്കിൽ ഇടവിട്ട് ഞാനത് ഓർക്കുമ്പോൾ, ഐ തിങ്ക് എന്ന് വെച്ചാൽ അതിനെ ഓർക്കുമ്പോൾ, ഓഫ് ഗോയിങ് ദർ എന്താണ്, ആ ഒരു വീട്ടിലേക്ക് പോകുന്നത്. ദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ഗ്രാൻഡ് മദറിൻ്റെ, മുത്തശ്ശിയുടെ ഹൗസിനെയാണ് കേട്ടോ. അപ്പം ഈ ഒരു ദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക മുത്തശ്ശിയുടെ ഹൗസാണ്. അപ്പം ഇവിടെ കവയിത്രി ഓർക്കാണ്, ഞാൻ പലപ്പോഴായിട്ട് ചിന്തിക്കാറുണ്ട് ആ ഒരു ഹൗസിലേക്ക്, മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ടു പിയർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ, ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. അതായത് ഇതൊരു പോയറ്റിക് ആയിട്ടുള്ള എന്താണ്, കവിതാരൂപേണയായിട്ടുള്ള ഒരു ഇതാണ്, ലൈൻസാണ് പറയുന്നത്. ത്രൂ ബ്ലൈൻഡ്സ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുന്നത്. അതായത് ജനാലകൾക്ക് ഇവിടെ എന്താണ്, കണ്ണുകൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ നിങ്ങൾ പറഞ്ഞു നോക്കൂ, ബ്ലൈൻഡ് ഐസ്. ബ്ലൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അതിനെയാണ് പറയുന്നത് ആ ഒരു ഐസിലൂടെ, വിൻഡോയുടെ ഐസിലൂടെ നോക്കിക്കാണണം, സസൂക്ഷ്മം നിരീക്ഷിക്കണം ഈ ഒരു പോയറ്റസിന് ആ ഒരു സറൗണ്ടിങ്സിൽ. ഇവിടെ ഇതൊരു പോയറ്റിക് ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഒരു നോൺ ലിവിങ് തിങ്ങിലേക്ക് നമ്മളൊരു ഹ്യൂമൻ നാച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നോൺ ലിവിങ് സബ്ജക്റ്റ് എന്ന് അല്ലെങ്കിൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ ആണ്. വിൻഡോക്ക് കണ്ണുണ്ടോ കാതുണ്ടോ ഒന്നും തന്നെ ഇല്ല അല്ലേ. അതൊരു നോൺ ലിവിങ് ആണ്, ജീവനില്ലാത്ത വസ്തുവാണ്. അതിലേക്ക് നമ്മൾ എന്താണ് ബ്ലൈൻഡ് ഐസ് എന്നൊക്കെ വരുന്നത് ഒരു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. നമുക്ക് മനുഷ്യന്മാർക്കല്ല ഐസ് ഉള്ളത്, പിന്നെ ആണെങ്കിൽ ആനിമൽസിനൊക്കെ അതൊക്കെ എന്താണ് ഒരു ജീവനുള്ള വസ്തുക്കളാണ് നമുക്കൊക്കെ. അപ്പോൾ ആ ഒരു ജീവനുള്ള വസ്തുവിനെ വെച്ചിട്ട് ജീവനില്ലാത്ത വസ്തുവിനെ ഉപമിക്കുന്നതിന്, അതിനെ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ പോയറ്റിക് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വരുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിലൂടെ കവി ആ ഒരു ആശയം നമുക്ക് പറഞ്ഞു തരുന്നത്, ആ ഒരു കവിയത്രിക്ക് എന്താണ് ആ ഒരു മെമ്മറീസ് ഒന്നും കൂടെ റീകളക്ട് ചെയ്യണം. വീട്ടിൽ പോയിട്ട് അതിൻ്റെ ആ ഒരു വീട്ടിൻ്റെ അകത്ത് നിന്ന് പുറമേക്ക് ജനാലകളിലൂടെ ആ ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കണം എന്നാണ് പറയുന്നത്. ഓർ ജസ്റ്റ് ലിസൺ ടു ദി ഫ്രോസൺ എയർ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫ്രോസൺ എയർ. എന്താണ് ഫ്രോസൺ എയർ? ഫ്രോസൺ എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഫ്രോസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, തണുത്തുറഞ്ഞ, അങ്ങനെയല്ല മീൻ ചെയ്യുന്നത്, അതിൻ്റെ മീനിങ് അതാ വരുന്നത്. അപ്പോൾ ഇവിടെ തണുത്ത വായു ലിസൺ ചെയ്യണം, കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടിത് പ്രാവർത്തികമല്ല അല്ലേ. ഇതൊരു കവിതയുടെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ആ ഒരു വീട് എന്താണ്, നിശബ്ദമാണ് അല്ലേ. അവിടെയുള്ള കാറ്റ് പോലും തണുത്തുറഞ്ഞ്, അല്ലെങ്കിൽ വായു പോലും തണുത്തുറഞ്ഞ് നിൽക്കുകയാണ്. അവിടെ ആൾതാമസമില്ല, ആരും തന്നെ ഇല്ല. അപ്പോൾ അവിടെയുള്ള വായുവിനും എന്തായിരിക്കും, ആ ഒരു സൈലൻസിലുള്ള വായുവും തണുത്തുറഞ്ഞതായിരിക്കും എന്നാണ് കവിതയിലൂടെ കവയിത്രി പറയുന്നത്. അപ്പം ആ ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് വീണ്ടും പോകാൻ നമ്മുടെ കവി ഉദ്ദേശിക്കുകയാണ്. Or in wild despair, pick an armful of darkness to bring it here to light. അതായത് ഒരു ഡെസ്പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശം ആയിട്ടുള്ളത്, നൈരാശ്യം എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ. അപ്പം ആ ഒരു അത്രയ്ക്കും നിരാശത്തോട് കൂടെ പിക്ക് ആൻ ആംഫുൾ, പിക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എടുക്കുക അല്ലേ, പിക്ക് ചെയ്യുക, ഇത് അങ്ങനെ എടുക്കുക. ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് നമ്മുടെ കൈകളിലേക്ക് എടുക്കാം ഒരു ഡാർക്ക്നെസ്. ഇവിടെ മീൻ ചെയ്യുന്ന ഡാർക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടല്ല കേട്ടോ. അതായത് ആ ഒരു പണ്ടത്തെ ഓർമ്മകളെ ഒന്നും കൂടെ വീണ്ടും ആ ഒരു വീട്ടിൽ പോയിട്ട് കൈ നിറയെ എടുത്ത് ആസ്വദിക്കാനാണ് കവിതയിലൂടെ കവയിത്രി പറയുന്നത്. പിക്ക് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ. അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. ഇവിടെ നിങ്ങൾ കണ്ടു നേരത്തെ എന്താണ്, ബ്രിങ് ചെയ്യുക അല്ലേ. ആ ഒരു കൈ നിറയെ ആ ഓർമ്മകൾ എടുത്തുകൊണ്ട് കവയിത്രിയുടെ ബിഹൈൻഡ് മൈ ബെഡ്റൂം, ബിഹൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം ഡോറുണ്ട്, ബിഹൈൻഡ് മൈ ബെഡ്റൂമിൻ്റെ ഡോർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പുറകിൽ നിന്നിട്ട് ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ചിന്താമഗ്നയായിട്ടുള്ള എന്നൊക്കെ പറയും അതിൻ്റെ മീനിങ്, ബ്രൂഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്കും ഓർമ്മകളെ കൂടുതൽ വരവേൽക്കുന്ന ആ ഒരു നായയെ പോലെ, അല്ലെങ്കിൽ ഇവിടെ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ആ ഓർമ്മകൾ തിങ്ങി നിൽക്കുകയാണ് കവയിത്രിയുടെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ റിയലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നും കൂടെ ഫീൽ ചെയ്യാൻ ഇപ്പം കവയിത്രി ആഗ്രഹിക്കുകയാണ് ആ ഒരു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. യു കനോട്ട് ബിലീവ്, നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല, വിശ്വസിക്കാനാവില്ല, കനോട്ട് ആവില്ല എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. യു കനോട്ട് ബിലീവ് ഡാർലിംഗ്, കാൻറ്റ് യു, ദാറ്റ് ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ്. ലിവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ജീവിച്ചിരുന്നത്. ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ്. അത്തരത്തിലുള്ളൊരു വീട്ടിലായിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്. ആ ഒരു വീട് എങ്ങനെയുള്ളതായിരുന്നു? അവൾക്ക് പ്രൗഡ്, അഭിമാനം എന്നാണ് പ്രൗഡ് എന്ന് പറയുന്നത്. ആ ഒരു കവയിത്രിക്ക് അഭിമാനം കൊള്ളാൻ പറ്റിയ അത്ര രീതിയിലുള്ളതായിരുന്നു. കാരണം ഓർമ്മകൾ നൽകാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു കുട്ടിക്കാലത്തെ പരിചരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ ഒരു സറൗണ്ടിങ്സ്, ആ ഗ്രാൻഡ് മദർ, മുത്തശ്ശിയുടെ വീടിൻ്റെ ചുറ്റുപാട് അത്രയ്ക്ക് നല്ല മതിപ്പുളവാക്കുന്നതായിരുന്നു. കൂടുതൽ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നു. കൂടാതെ ആൻഡ് ലവ്ഡ്, അവർക്ക് അത്രമാത്രം സ്നേഹം ലഭിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കവയിത്രി നമുക്ക് പറഞ്ഞു തരുന്നത്. I who have lost my way and beg now at strangers' doors to receive love. ഈ ഒരു ലൈൻ എന്താണെന്ന് നോക്കാം. I who have lost my way. ഇവിടെ പറയുന്നത് ലോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുക. മൈ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി എന്നാണ് കേട്ടോ. അതായത് ഇതൊരു കവിതയുടെ ഭാഷയിലൂടെയാണ് പറയുന്നത്. നോർമൽ ഇതിൻ്റെ എക്സാക്റ്റ് മീനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു കവിതാ ശൈലിയിലൂടെ പറയുന്നതാണെങ്കിൽ ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പഴയ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അത് തിരിച്ച് കിട്ടത്തില്ല. ഓർമ്മയുണ്ട് കേട്ടോ, പഴയ കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തെയാണ് പറയുന്നത്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇത് എനിക്ക് തിരിച്ചു കിട്ടില്ല. അന്ന് ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, അവരുടെ സ്നേഹം ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ആ ഒരു മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു കൂടെ. പക്ഷേ ഇപ്പോൾ ഇവർ വലുതായി, അതൊക്കെ പോയി, എല്ലാം പോയി. അത് ഓർമ്മകളായിട്ട് മാത്രം അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബെഗ് നൗ, ബെഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിക്ഷ യാചിക്കുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ്. സ്ട്രേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപരിചിതരെയാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രേഞ്ചേഴ്സ് ഡോർസ്, അപരിചിതരുടെ വാതിൽക്കൽ. അതായത് എന്താണ്, മുൻപത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം തീർത്തും ഒറ്റപ്പെട്ട രീതിയിലാണ് കവയിത്രി ഉള്ളത്. സ്നേഹിക്കാൻ പോലും അടുത്തൊരാളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർക്കത് ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയിലായിട്ടാണ് എത്തിപ്പെട്ടതെന്ന്. കാരണം വെറുതെ ആരും തന്നെ കൊടുക്കുന്നില്ല, അളവറ്റ സ്നേഹം ആരും തന്നെ കവയിത്രിക്ക് നൽകുന്നില്ല. അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ് ടു റിസീവ് ലവ്. റിസീവ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു കുറച്ചധികം സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്. അറ്റ് ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്. അപ്പോൾ അങ്ങനെ ഭിക്ഷ യാചിക്കേണ്ടി വരുമ്പോൾ എന്താണ് അവസ്ഥ വരുന്നത്? അതിൽ ചെറിയൊരു മാറ്റത്തോടു കൂടെ, അറ്റ്ലീസ്റ്റ് ഇൻ എന്താണ് സ്മോൾ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ, ഗ്രാൻഡ്മ കൊടുത്ത അത്രയ്ക്ക് വരുന്നൊന്നുമില്ല, ചെറിയൊരളവിൽ, എല്ലാവർക്കും ചെറിയ ഒരളവിൽ ഒരു സ്ട്രേഞ്ചർ ഉണ്ടാവുമല്ലോ എന്താണ് സ്നേഹം, ആ ഒരു രീതിയിൽ മാത്രമായിട്ടാണ് അവരുടെ സ്നേഹം ഒതുങ്ങി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ വായിക്കാം. ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. എന്താണ്? ബെഡ്റൂമിൻ്റെ പുറകെ അത്രയ്ക്കും ആ ഒരു ഓർമ്മയെ കാത്തു സൂക്ഷിക്കുന്ന നായയെ പോലെ, അല്ലെങ്കിൽ ആ കവിതയിൽ കവയിത്രി തന്നെയാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. യു കനോട്ട് ബിലീവ് ഡാർലിംഗ്, ക്യാൻ യു, that I lived in such a house and was proud and loved. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഞാൻ അത്തരമൊരു വീട്ടിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആ ഒരു പോയറ്റസ് വളരെ അഭിമാനിയായിരുന്നു. എന്നാൽ കൂടാതെ അത്രയ്ക്കും സ്നേഹവും കെയറും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. I who have lost my way and beg now at strangers' doors to receive love, at least in small change. അതായത് ഇപ്പം അവർക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം അവരെ സ്നേഹിക്കാനുണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചു പോയി. അവിടെ ഉള്ള ആ ഒരു ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിസേർട്ടഡ് ആണ്, സൈലൻ്റ് ആണ്, ആരും തന്നെ അവിടെ ഇല്ല. അവരുടെ സ്നേഹവും കെയറും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി അവർക്ക് എന്താണ്? ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി ഭിക്ഷ യാചിക്കാനുള്ളൊരു
സ്നേഹം കുറച്ച് തരുമോ എന്നുള്ള രീതിയിൽ ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ അതിലും വെച്ച് നോക്കുന്നതാണെങ്കിൽ ചെറിയ രീതിയിൽ സ്മോൾ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ ലവ് എന്ന സ്മോൾ ക്വാണ്ടിറ്റി, അതായത് ചെറിയൊരു സ്നേഹം ചെറിയ രീതിയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, അങ്ങനെ ഭിക്ഷ യാചിച്ചിട്ട് പോലും. അപ്പം ഇതാണ് നമ്മുടെ കമലാദാസിൻ്റെ ഈ ഒരു കവിത എന്ന് പറയുന്നത്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ വേർഡ് ബൈ വേർഡായിട്ട് നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മീനിങ് പറഞ്ഞു തരാൻ പറ്റത്തില്ല, ഇതൊരു കവിതയാണല്ലേ. അപ്പോൾ അതിന് കവിതയുടേതായിട്ടുള്ള ആശയമുണ്ട്. എന്നിരുന്നാലും ആ ഒരു മീനിങ് ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയൊരു കവിതയാണല്ലോ, നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആശയം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കവിതയിൽ ചില വേർഡ്സ് അതിൻ്റെ മീനിങ്ങും മലയാളത്തിലുള്ള മീനിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കാം നിങ്ങൾ. ഇതിൻ്റെ PDF അയച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറിലേക്ക് പോകാം. വാട്ട് ഹാപ്പൻ ടു ദി ഹൗസ് ആഫ്റ്റർ ദ ഗ്രാൻഡ് മദർ ഡൈഡ്? അപ്പോൾ എന്താണ് ഗ്രാൻഡ് മദർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന അവസ്ഥ എന്താണ്? ആ ഒരു വീട് എന്തായി മാറിയിട്ടുണ്ട്? ഡെസേർട്ടഡ് ആയിട്ട് അല്ലേ. ഇവിടെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ താഴെ തന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും ഈ ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റുന്നോ ആ ഒരു രീതിയിലേക്കും ഇൻഡിവിജ്വൽ റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ഗ്രാൻഡ് മദറിൻ്റെ മരണത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? വിജനമാണ് അല്ലേ. ഇറ്റ്സ് വിഡ്രൂ ഇൻ ദ സൈലൻസ്. ആ ഒരു വീട് തികച്ചും നിശബ്ദമായിട്ടുണ്ട്. വൈ വാസ് ദി പോയറ്റ് നോട്ട് ഏബിൾ ടു റീഡ് ദി ബുക്സ്? വൈ വാസ് ദി പോയറ്റ്, എന്തുകൊണ്ടാണ് പോയറ്റിന് നോട്ട് ഏബിൾ ടു റീഡ് ദി ബുക്സ്? വൈ വാസ് ദി പോയറ്റ് നോട്ട് ഏബിൾ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കഴിവുള്ളത്, അല്ലെങ്കിൽ നോട്ട് ഏബിൾ ടു എന്ന് വെച്ചാൽ കഴിവില്ലാതെ പോയത്. എന്തുകൊണ്ടായിരിക്കും പോയറ്റിന് ബുക്സ് റീഡ് ചെയ്യാൻ വേണ്ടി? ടു റീഡ് ദി ബുക്സ്, റീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ. ആ ഒരു ടൈമിൽ എന്തുകൊണ്ടാണ് പോയറ്റിന് ബുക്ക് വായിക്കാൻ കഴിയാതിരുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് എന്താ എഴുതേണ്ടത്? അതായത് നമ്മൾ ആ ഒരു പോയിമിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഷീ വാസ് ടു യങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെറുപ്പമായിരുന്നു അല്ലേ. ആ ഒരു ടൈമിൽ അവർക്ക് കഥയോ വായിക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പം പഠിച്ചു വരുന്നതായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. ആ ഒരു ടൈമിൽ ഗ്രാൻഡ് മദർ ആയിരിക്കും അവർക്ക് ആ ഒരു ബുക്സ് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ടു യങ് ആയതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പോയംസ് അല്ലെങ്കിൽ ബുക്സ് റീഡ് ചെയ്യാൻ പറ്റാതെ ഉണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ഈസ് ദി എയർ ഇൻ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്രോസൺ? വൈ ഈസ് ദ എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായു. എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസിലെ മുത്തശ്ശിയെ വീട്ടിലെ വായു അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കാറ്റ് പോലും ഫ്രോസൺ എന്ന രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അവിടെ ഉണ്ടായിരുന്ന വായു ഫ്രോസൺ ആണ്, തണുത്തുറഞ്ഞതാണെന്ന് ഇവിടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു മുത്തശ്ശിയുടെ ഹൗസിൽ ഈ ഒരു കമലാദാസ് അങ്ങനെ ഫ്രോസൺ ആണെന്ന് പറയാൻ കാരണം ബിക്കോസ് ദ ഹൗസ് ഈസ് ആബ്സല്യൂട്ട്ലി സൈലൻറ്റ് അല്ലേ. ആ ഒരു ഹൗസ് ഇപ്പം എന്താണ്? സൈലൻ്റ് ആണ്. സൈലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശബ്ദമാണ് അല്ലേ. അപ്പം ഇതാണ്, അവിടെ ആരും തന്നെ ജീവിക്കാനില്ല. നോ വൺ ലിവ്സ് ദർ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാറ്റ് പോലും മൂവ് ചെയ്യുന്നില്ല. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അവിടെ കളിയും ചിരിയൊക്കെ ഉണ്ടാവാൻ പലപ്പോഴായിട്ട് നമ്മൾ പലതിലും കേട്ടിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഒരു ആളനൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതൊരു വീടാകുന്നത്. ഇപ്പോൾ ആരും തന്നെ അവിടെ ഇല്ല. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സൈലൻറ്റ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എയർ പോലും മൂവ് ചെയ്യുന്നില്ല എന്ന് അർത്ഥം വെക്കുന്നത് അതെന്താണ്? തണുത്തുറഞ്ഞിട്ടാണ്. ആ ഒരു കാറ്റിന് പോലും അവിടെ ഇളക്കമില്ലാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്താണ് ഫ്രോസൺ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ ആൻസർ പറയാം. അതായത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സൈലൻറ്റ്, നോ വൺ ലിവ്സ് ദർ, ഈവൻ ദ എയർ ഡസ് നോട്ട് സീംസ് ടു ബി മൂവിങ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, പിക്ക് ഔട്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ എ ആൻഡ് ബി. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ എ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു
സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് മീൻ ചെയ്യുന്നത്, അത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് എ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്. നേരത്തെ പോയത്തിൽ കണ്ടതല്ലേ നമ്മൾ. ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത് കവി? അതായത് ആ ഒരു മെമ്മറീസിനെ റീകളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കൈപ്പിടിയിൽ ഒതുക്കുകയാണല്ലോ ചെയ്യുന്നത്. പണ്ടത്തെ പഴയകാല ഓർമ്മയെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓൾഡ് മെമ്മറീസ് ഓഫ് ദി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഓപ്ഷൻ ഒന്ന് വരുന്നത് അതാണ്. അതായത് പഴയ കാല ഓർമ്മകൾ, ഓൾഡ് മെമ്മറീസ് ഓഫ് ദി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, മുത്തശ്ശിയുടെ വീട്ടിലെ പഴയകാല ഓർമ്മകൾ. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹാപ്പി ഡേയ്സ്. എന്താണ് രണ്ടാമത്തേത് വരുന്നത്? സന്തോഷമില്ലാത്ത, അൺഹാപ്പി ഡേയ്സ്, ദിവസങ്ങൾ, സന്തോഷമില്ലാത്ത ദിവസങ്ങൾ. ഇനി മൂന്നാമത്തേത് വരുന്നത് സം ഡാർക്ക് ഒബ്ജക്റ്റ് ഫ്രം ദ ഹൗസ്. സം ഡാർക്ക്, ഏതോ ഒരു ഡാർക്ക് ഒബ്ജക്റ്റ്. ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുണ്ട ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വസ്തു അല്ലേ. ഏതോ ഒരു ചില എന്താണ് ഒരു കറുത്തിരുണ്ട ഒരു വസ്തു എവിടെ? ഫ്രം ദി ഹൗസ്, അവർ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും ആബ്സല്യൂട്ടായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഫസ്റ്റ് വൺ തന്നെയാണ് അല്ലേ. ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയകാല മെമ്മറീസിനെ റീകളക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ആബ്സല്യൂട്ടായിട്ടുള്ള ആ ഒരു ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് മെമ്മറീസ് ഓഫ് ദി, ദറ്റ് ഈസ് ഇതാണ് ഓൾഡ് മെമ്മറീസ് ഓഫ് ദി ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തത് നമുക്ക് നോക്കാം. ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ് മീൻസ് ദാറ്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. അതായത് എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്റൂം ഡോറിൻ്റെ ബാക്കിലായിട്ട് ഒരു ചിന്താമഗ്നനായിട്ടുള്ളൊരു നായ കണക്കെ കിടക്കുകയാണ് അല്ലേ. അതെന്താണ് ശരിക്കും മീൻ ചെയ്യുന്നത്? അതിലെ കവിതയിലെ ആശയം എന്താണെന്നാണ് പറയുന്നത് ആ ഒരു ലൈനിൽ. അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ മെമ്മറീസ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് ദി പോയറ്റ്. ദ മെമ്മറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മകൾ. വിൽ ഓൾവേസ് റിമെയിൻ, ഓൾവേസ് എപ്പോഴും, റിമെയിൻ കൂടെ തന്നെ, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. വിത്ത് ദി പോയറ്റ്, ആ ഒരു പഴയകാല ഓർമ്മകൾ എപ്പോഴും പോയറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഫസ്റ്റ്. ആൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ മെമ്മറീസ് വിൽ ലൈ അൺകെയർഡ് ഫോർ ഇൻ എ കോർണർ. ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുക, അൺകെയർഡ് അത് ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയാണ് ഒരു മൂലയിൽ. ഈ ഒരു മെമ്മറീസ് പഴയകാല ഓർമ്മകൾ എന്താണ്? ഒരു മൂലയിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നു എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെമ്മറീസ് ആർ ആസ് അൺഇമ്പോർട്ടൻറ്റ് ആസ് എ ഡോഗ്. മെമ്മറീസ് ആർ ആസ് അൺഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, അൺഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാധാന്യം അർഹിക്കാത്ത. അപ്പോൾ എന്താണ്? ഒരു ഡോഗിനെ പോലെ, നായ ഇവിടെ എന്താണ്? പ്രാധാന്യം അർഹിക്കാത്ത ഒരു നായയെ പോലെയാണ് എന്താണ് നമ്മുടെ മെമ്മറീസ് എന്നാണ് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? കാരണം ഇത് ലാസ്റ്റ് ഓപ്ഷൻ നോക്കുന്നതാണെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഓപ്ഷനാണല്ലേ വരുന്നത്, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു കവിത തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ വായിക്കുന്ന നമുക്കതൊരു പോസിറ്റീവ് വൈബാണ്. പണ്ടത്തെ കാലത്തെക്കുറിച്ചിട്ടാണ് കവി അവിടെ പറയുന്നത്. അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അത് മാച്ച് അല്ല അല്ലേ. ദ മെമ്മറീസ് വിൽ അൺകെയർഡ് ഫോർ ഇൻ എ കോർണർ, ഇതും തികച്ചും യാഥാർത്ഥ്യമല്ലാത്ത ഒന്നാണ് ഓപ്ഷൻ വരുന്നത്. കാരണം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവയിത്രി കൊടുക്കുന്നതാണ് ആ ഒരു പഴയകാല ഓർമ്മകൾ. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ ശരിയായിട്ടുള്ളൂ, റൈറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ദ മെമ്മറീസ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് ദ പോയറ്റ്. ഇപ്പോഴും പോയറ്റിൻ്റെ കൂടെ എന്താണ്? ഈ ഒരു മെമ്മറി കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്ര വർഷങ്ങൾ കടന്നു പോയിട്ട് കൂടെ ആ ഒരു വീടിനെക്കുറിച്ചും മുത്തശ്ശിയെക്കുറിച്ചും ആരോർക്കുന്നത്? നമ്മുടെ കവയിത്രി ഓർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കവിത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടുള്ള കവിതയാണ്.
കവിതയുടെ ഒരു തലത്തിലൂടെ കൂടെ ഇതിനെ ഒന്ന് നോക്കണം. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു കവിതയാണല്ലോ, നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇതിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റണം. കാരണം ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ദർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഈ ഒരു കവിതയിൽ ദർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹൗസിനെയാണ്, ഗ്രാൻഡ് മദേഴ്സിൻ്റെ ഹൗസിനെയാണ്. പിന്നെ ആണെങ്കിൽ എന്താണ്, ഏറ്റവും കൂടുതൽ അവരുടെ മെമ്മറീസിനെ റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കവിത്രി ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ ചോദിക്കുന്ന ഫ്രോസൺ എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതൊക്കെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു.